CYB ബാർ 25. You may please proceed with the prosecution. ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കക്ഷി അന്യയുടെ നഗ്നമായ ചിത്രങ്ങൾ അവരുടെ സമ്മതമില്ലാതെ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിച്ചു. And because of that, for the past 3 months, she's been going through intense mental depression and public humiliation. ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കക്ഷിയോടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേർന്നാണ് തെളിവുകൾ രേഖപ്പെടുത്തുന്നത്. എൻ്റെ കക്ഷിക്ക് നീതി നേടി കൊടുക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മ അപേക്ഷിക്കുന്നു. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എല്ലാവരെയും വിശ്വസിച്ചു. ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ആളുടെ ഒരു മുൻപരിചയത്തിലേക്ക് എവിടെന്നാ എന്റെ ഫോട്ടോ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എന്റെ പേഴ്സണൽ ഫോട്ടോസ് ആണ് സോഷ്യൽ മീഡിയയിൽ ലീക്ക് ചെയ്തു. ആ ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിക്കണമെന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ ഒരു തെറ്റും ചേർത്ത് ഞാൻ എന്തിനാ വരുത്തില്ലേ? എന്റെ ചിത്രങ്ങൾ എന്റെ അനുവാദമില്ലാതെ ആരാണ് ലീക്ക് ചെയ്തതെന്ന് എനിക്കറിയാം. എന്നെ ആരാ ചെയ്തെന്ന് എനിക്കറിയാം. ഇതെല്ലാം എനിക്ക് ഓർമ്മ. കുട്ടിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെയും സംശയമില്ല. എന്റെ റൂംമേറ്റ് ആണ് എനിക്ക് ഈ ചിത്രങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ആദ്യം എനിക്ക് ട്രാക്കിംഗ് ഞങ്ങളെ ആര്യന്റെ ലാപ്ടോപ്പിലേക്കാണ് കൊണ്ടുപോയത്. ഒരു വ്യാജ ഇമെയിൽ ID-യിലൂടെയായിരുന്നു അനന്യയുടെ ഇത്തരത്തിലുള്ള ചിത്രം ആര്യന് കിട്ടിയത്. എത്ര ചോദ്യം ചെയ്തിട്ടും താൻ തന്നെയാണ് അനന്യയുടെ ഫോട്ടോസുകൾ എടുത്തതെന്നായിരുന്നു ഒന്നുകൂടി. പ്രോസിക്യൂഷനെ ചോദിക്കാനുണ്ടോ? കൃത്യം നടന്നിരിക്കുന്നത് 3 മാസം മുമ്പാണ്. ഈ 3 മാസത്തിൽ ഇവർ ആദ്യം പറഞ്ഞു രോഹിത്താണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആര്യനാണ്. എന്നിട്ടിപ്പോ പറയുന്നു ആര്യന്റെ പേരിൽ വേറൊരാളും കൂടെ. സത്യത്തിൽ ആരാണ് പ്രതി? ഈ 3 മാസം കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് യൂണിഫോം തൊപ്പിയിട്ട് പോലീസാണ് നടക്കുന്നത്? സർ, സൈബറിന്റെ സഹായത്തോടെ ശേഖരിക്കാൻ പറ്റുന്ന എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആര്യന്റെ മെറ്റാഡാറ്റയും വാട്സ്ആപ്പ് ബാക്കപ്പ് ചെയ്തപ്പോഴും ഒരു അനോണിമസ് ആയിട്ടുള്ള ഇമെയിൽ ID-യിലൂടെയാണ് അനന്യയുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കിട്ടിയത്. അൺനോൺ പെർമിഷനായിരുന്നു അവസാനമായി കിട്ടിയ തെളിവ്. 2 ആഴ്ച കൂടി സമയം തന്നാൽ ഞാൻ എത്ര പെട്ടെന്ന് ഈ കേസ് സോൾവ് ചെയ്യാവുന്നതാണ്. ഈ 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യം നിങ്ങൾ 2 ആഴ്ച കൊണ്ട് ചെയ്യാൻ പോകുന്നത്? യു മേ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ശാലിനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, എന്റെ അക്ഷയ ആര്യനെ അനന്യയോടുള്ള തെറ്റിദ്ധാരണയും പ്രണയവും മുതലെടുത്തുകൊണ്ട് മറ്റേതൊരാളാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. ആര്യൻ ഒരിക്കലും അനന്യയെ ആക്രമിക്കണം എന്നുണ്ടായിരുന്നില്ല. ആയതിനാൽ എന്റെ കക്ഷിക്ക് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. പ്രോസിക്യൂഷനും പ്രതിയോട് നീ ചോദിക്കാറുണ്ടോ? ആര്യൻ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു. ചിലപ്പോൾ ഈ ബ്രില്യൻസ് ആയിരിക്കും ഒരു പാവം യൂസ് അല്ലേ? പ്രോസിക്യൂഷൻ കൗൺസിൽ എന്റെ കക്ഷിയെ ഇപ്പോഴും ഒരു കുറ്റവാളി കണ്ണുകളോടെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യന്റെ മാനസികാവസ്ഥ പ്രോസിക്യൂഷന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. He's just trying to intimidate the accused, Your Honor. Maybe excuse Your Honor. Just inquiring about what I'm trying to prove here. Objection overruled. Rajiv, you may continue. Thank you, my lord. പറയാം, താങ്കൾ എന്നെ ഒരുപാട് സ്നേഹിച്ചത്. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തു? ആരാണ് ഫോട്ടോസ് അയച്ചത്? ആരെയാണ് അറിയാം? ആര്യൻ മാത്രം അറിയാം. പറയുക. എനിക്കൊന്നും അറിയില്ല. അനന്യ അവളൊരു പാവമാണ്. അവൾ എന്നെ കൊണ്ടെല്ലാം ചെയ്യിച്ചതാണ്. താങ്കൾക്ക് ഇനി പിടിച്ചെടുക്കാനാവില്ലായിരുന്നു. കാരണം ഈ ഫോട്ടോസ് അയച്ചത് താങ്കളുടെയും അനന്യയുടെയും അടുത്ത സുഹൃത്തായ റിയാണെന്ന് ഞാൻ പറഞ്ഞു. നിഷേധിക്കാൻ പറ്റുന്നത് ഇല്ല, ഞാനത് നിഷേധിക്കില്ല. ഒരു നിമിഷത്തേക്ക് എനിക്ക് കോടതിയെ ഡിസീവ് ചെയ്യേണ്ടി വന്നു. അതിനെക്കൊണ്ട് സത്യമാണ്. ഇൻസ്പെക്ടർ മീരയുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ കേസ് തെളിയിച്ചത്. I request Inspector Meera to present the proofs and documents in front of the court. എന്തിനാണ് ഇത്രയും വിശ്വസിച്ച് സാധിച്ചത്? ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാണ് അതിനെ ജീവിതം നശിപ്പിക്കാൻ പറ്റിയത്? അവൾ എന്റെ റോഹിത്തിനെ തട്ടിയെടുത്തു.
ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിനാണ് റിയ അനന്യയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത്. No! എല്ലായിടത്തും അവളെ മുന്നിൽ, വർക്ക് പ്ലേസിലും കൂട്ടുകാർക്കിടയിലും എല്ലാം അവളെ കുറിച്ചാണ്. അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് അവളെന്റെ രോഹിതനെ സ്വന്തമാക്കിയതാണ്. അവളുടെ ഫോട്ടോസ് ലീക്കാക്കിയ അവളെ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. Your Honor, this is clear attempted murder. 354 ബി ഐ ടി ആക്ട് 66 ഈ പ്രകാരം ആര്യന് 1 വർഷം തടവും 120 ബി ഐ ടി ആക്ട് 67 സി പ്രകാരം റിയയ്ക്ക് 3 വർഷം കഠിന തടവ് നേടിക്കൊടുക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മ അപേക്ഷിക്കുന്നു. As per Indian Constitution, IPC 354C, IT Act 66 ഈ പ്രകാരം ആര്യന് 1 വർഷത്തെ തടവും റിയയ്ക്ക് IPC 120B, IT Act 67 പ്രകാരം 3 വർഷത്തെ കഠിന തടവും നൽകാൻ ഈ കോടതി വിധിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അനന്യ എന്ന പെൺകുട്ടി നേരിട്ട മനോവിഷമം നികത്താൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും അനന്യയ്ക്ക് സംഭവിച്ച ഈ ദുഃഖത്തിൽ കോടതി ഖേദിക്കുന്നു.